അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ മഞ്ചൂരിയൻ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. വളരെ ഈസിയായും ക്വിക്കായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ നമുക്ക് പോയി റെസിപ്പി കണ്ടിട്ട് വന്നാലോ. ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു എഗ് വൈറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് കോൺ സ്റ്റാർച്ചാണ്. അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഒന്നുകിൽ നമുക്ക് നല്ല ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും എല്ലാ വശങ്ങളും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്തെടുക്കണം. ഇത്രയും ഓയിൽ അതിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ പാനിൽ നിർത്തിയിട്ട് ബാക്കി ഓയിൽ നമുക്ക് ഒഴിവാക്കാം. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ്. അത് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം ചേർക്കാം. അതും റഫായിട്ട് തന്നെ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. നമ്മൾ ഈ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വിനെഗർ, ഇനി ഒരു 1/2 ടീസ്പൂൺ ഷുഗർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെയും, പിന്നെ അതുപോലെ തന്നെ സോസൊക്കെ നമ്മുടെ വെജിറ്റബിളിലും ചിക്കനിലും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മസ്സലാമ.